26 കൊല്ലം മുമ്പ് ആദിലാബാദ് രൂപത സ്ഥാപിതമായി. അന്ന് ഈ രൂപതയുടെ മെത്രാനായി നിയമിക്കപ്പെട്ട ഞാനാണ് ഇന്ന് ഈ മൂന്നാമത്തെ ബിഷപ്പിനെ സ്വാഗതം ചെയ്യുവാൻ, ബിഷപ്പിൻ്റെ പട്ടാഭിഷേകത്തിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. പ്രിൻസ് പിതാവാണ് രണ്ടാമത്തെ ബിഷപ്പ്. അദ്ദേഹം ആദിലാബാദിനേക്കാൾ ആദിലാബാദിനെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ വലിയ ആളായിപ്പോയതുകൊണ്ട് അദ്ദേഹത്തെ മെത്രാപ്പൊലീത്തയായി നിയമിച്ച് ശംഷാബാദിലേക്ക് മാറ്റിയിരിക്കുകയാണ്. പകരം ആദിലാബാദ് രൂപതയിൽ തന്നെ ഫൈനാൻസ് ഓഫീസറായൊക്കെ ജോലി ചെയ്തിരുന്ന തച്ചാപറമ്പത്തച്ഛനെ ഇന്ന് കർത്താവ് ഞങ്ങൾക്ക് പിതാവായിട്ട് തന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണവും പട്ടാഭിഷേകവും കൂടാൻ വരുന്നതിൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് ഞാൻ. എല്ലാവരും വരുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആദിലാബാദ് രൂപതയെ സ്നേഹിക്കുന്നവരാണ് ഈ വന്നിരിക്കുന്നവരെല്ലാം എന്ന സന്തോഷം എനിക്കുണ്ട്. ആദിലാബാദ് രൂപത ഒരു മിഷൻ രൂപതയാണ്. ഇവിടെ എവാഞ്ചലൈസേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ട ജോലി. അത് വളരെ കാര്യമായി നടത്താനായിട്ട് പ്രിൻസ് പിതാവിൻ്റെ നേതൃത്വം ഒത്തിരി സഹായിച്ചിട്ടുണ്ട്. അതോടുകൂടി തന്നെ ഇപ്പോൾ വരുന്ന പിതാവും അതിന് ആ രീതിയിൽ മുന്നോട്ട് പോകുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. കാരണം ഇവിടുത്തെ ജനങ്ങളെല്ലാവരും സുവിശേഷവൽക്കരണത്തിന് താല്പര്യമുള്ളവരാണ്. രൂപത ആരംഭിച്ചപ്പോൾ 26 കൊല്ലം മുമ്പ് ഞാൻ നേതാക്കന്മാരെ വിളിച്ചു, സഭയിലെ അന്നത്തെ ഗ്രാമത്തലവന്മാരെ എല്ലാം വിളിച്ചു കൂട്ടി ഒരു മീറ്റിംഗ് നടത്തി. 80 പേര് അന്ന് അവർ സമ്മേളിച്ചു. അന്ന് അവരോട് ഞാൻ ചോദിച്ചു, നമ്മൾ രൂപതയാകുകയാണ്, എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതുവരെ അച്ഛന്മാരും സിസ്റ്റേഴ്സുമാണ് ഇവിടെ ജോലി ചെയ്തിരുന്നത്. ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ രൂപതയുടെ വളർച്ചയിൽ ഞങ്ങളെ കൂടി പങ്കാളികളാക്കണം. ഞങ്ങൾ മാമോദിസ സ്വീകരിച്ചത് സുവിശേഷം പ്രസംഗിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് ഞങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വേണം ഇനി മുന്നോട്ട് നീങ്ങാൻ അന്ന് അവർ പറയുകയുണ്ടായി. എനിക്ക് വലിയൊരു ബൂസ്റ്റ് കിട്ടിയ അനുഭവമായിരുന്നു അത്. ജനം നമ്മോടുകൂടി ഉണ്ട്, ജനങ്ങൾക്ക് താല്പര്യമുണ്ട് സുവിശേഷവൽക്കരണത്തിന് എന്ന ബോധ്യം വന്നതോടുകൂടി എനിക്ക് പിന്നെ ഒരു സംശയവും ഉണ്ടായിരുന്നില്ല മുന്നോട്ട് പോകുന്നതിൽ. അങ്ങനെയാണത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പ്രിൻസ് പിതാവ് വന്നപ്പോഴത്തേക്കും കൂടുതൽ ശക്തിയോടുകൂടി സുവിശേഷ പ്രസംഗത്തിൻ്റെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വലിയ അനുഭവത്തിൽ പങ്കുചേരാൻ ഇന്ന് വന്നിരിക്കുന്ന എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. അവരെല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു.